ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളും റെസിപ്പികളും അതുപോലെ നമ്മുടെ ഓണത്തിന് നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കണ്ടേ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ രാവിലെ എണീറ്റ് ഞാൻ അപ്പോൾ ഇന്ന് സ്കൂളുണ്ട്, അപ്പോൾ അവർക്ക് എക്സാം ആണെങ്കിലും 2 എക്സാം ഉണ്ട് കേട്ടോ. അപ്പോൾ 2 പേർക്കും ചോറ് കൊണ്ടുപോകണം. അപ്പോൾ രാവിലെ തന്നെ കുക്കറിൽ ചോറിനുള്ള അരിയും വെള്ളമൊക്കെ റെഡിയാക്കി വെച്ച്, അപ്പോൾ നമ്മൾ കുറച്ച് ക്ലീനിങ് ഒക്കെ ഉള്ള ദിവസം നമ്മൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമുക്ക് പിന്നെ വലിയ ക്ഷീണം തോന്നത്തില്ല. നമ്മൾ രാവിലെ ഫുഡൊക്കെ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതുപോലെ വൃത്തിയാക്കാനും ക്ലീനിങ്ങിനൊക്കെ നിൽക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ രാവിലെ പിന്നെ ചോറൊക്കെ കുക്കറിൽ വച്ചിട്ട് വെള്ളം കുടിച്ചു കേട്ടോ. ഇന്ന് ചായയും കോഫിയൊന്നും ഇല്ല, വെള്ളം കുടിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പുട്ടാണ് ഉണ്ടാക്കുന്നത്. പുട്ടിനുള്ള മാവൊക്കെ പൊടിച്ചതൊക്കെ കഴിഞ്ഞ്, അങ്ങനെ പുട്ടുപൊടി വാങ്ങിച്ച പുട്ടുപൊടിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഉപ്പും മിക്സ് ചെയ്ത വെള്ളമാണ്, ഉപ്പും കൂടെ ചേർത്ത വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് ഒഴിച്ച് മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ അത് നല്ലതായിട്ട് സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ അധികം നമ്മൾ ഇതുപോലെ ക്ലീനിങ് ഒക്കെ ഉള്ള ദിവസം നമ്മൾ ഇതുപോലെ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ഉണ്ടാക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് ക്ഷീണം തോന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള മാവൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. പിന്നെ പുട്ടിന് വേണ്ടി ഇന്ന് നല്ല പഴുത്ത പഴം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ കഴിക്കണേക്കാളും ടേസ്റ്റ് നമുക്കതൊന്ന് പുഴുങ്ങിയെടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. കഴിക്കാത്തവരൊക്കെ കഴിക്കും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആ 2 പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് അതും കൂടെ ഒന്ന് പുഴുങ്ങിയെടുക്കാമെന്ന്. അപ്പോൾ നല്ല പഴുത്തതായതുകൊണ്ട് നമുക്കിപ്പോൾ കുക്കറിൽ വെള്ളത്തിലൊന്നും ഇട്ട് വേവിക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ആവിയേറ്റി എടുത്താൽ മതി. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതുപോലുള്ള ഒരു ആവി പാത്രം എടുത്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു പീസേ കഴിക്കുള്ളൂ കേട്ടോ മക്കൾക്ക്. അതുകൊണ്ടാണ് 2 പഴം എടുത്തത്. രാവിലേക്ക് പോണതുകൊണ്ട് ഒരു പീസ് പുട്ടും ഒരു പീസ് പഴമൊക്കെയാണ് കഴിക്കുന്നത്. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് അതും ഞാനൊന്ന് ആവിയേറ്റാൻ വെച്ചു. അപ്പോഴും നമ്മുടെ പുട്ടിനുള്ള മാവൊക്കെ നല്ല പരിവായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുത്തിട്ട് അതിലേക്ക് ഒരു 1/4 സ്പൂൺ ജീരകം ഒന്ന് ഞാൻ ചതച്ചിടുക. അപ്പോൾ നമ്മളെ പുട്ടിന് ടേസ്റ്റ് കൂടാനുള്ളൊരു ടിപ്പാണിത്. ജീരകം അല്പം ഇട്ട് പുട്ടുണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ ചിക്കൻ കറി, ബീഫ് കറി അതൊക്കെ ഉള്ളപ്പോൾ ഈ പുട്ടിന് അല്പം ജീരകം കൂടി ഇട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് പുട്ടൊക്കെ ഒന്ന് ആവിയേറ്റി എടുക്കാം. അപ്പോൾ രാവിലെ പെട്ടെന്ന് ജോലികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ ആ പുട്ടിനുള്ള മാവ് തയ്യാറാക്കി അതും പുട്ട് കുറ്റിയിൽ വെള്ളമൊക്കെ ഒഴിച്ച് തിളപ്പിച്ച് അതൊന്ന് ആവിയേറ്റി എടുക്കാം. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സിമ്പിളായിട്ടുള്ളത് റെഡിയായി, പുട്ടും നമ്മുടെ പഴം പുഴുങ്ങിയതും. അപ്പോൾ ഇനി അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി ഉച്ചയ്ക്ക് ചോറിനുള്ള കറി ഉണ്ടാക്കണമല്ലോ. സിമ്പിളായിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാമെന്ന് ചോദിച്ചു. ഇപ്പോൾ പച്ചക്കറിയൊന്നും കട്ട് ചെയ്ത് വച്ചിട്ടില്ലെങ്കിലോ പച്ചക്കറിയൊന്നും നമ്മളെ കയ്യിലില്ലാത്ത ദിവസമൊക്കെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് ഓയിലൊഴിച്ച് അതിലേക്ക് കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് അതിലേക്കിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒത്തിരി വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് വാടി വരണം അത്രയേ ഉള്ളൂ കേട്ടോ. അത് കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ആ പരുവത്തിന് നമുക്ക് ആ സവാള ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് എടുക്കുക. ഇനി നമ്മൾ എടുക്കേണ്ടത് സാമ്പാർ പരിപ്പുണ്ടല്ലോ, അതൊന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ. ഞാൻ തലേ ദിവസം കഴുകി ഒരല്പം വെള്ളം ഒഴിച്ച് കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ സാമ്പാർ പരിപ്പൊക്കെ വെറുതെ ഇരിക്കണം ചില വീടുകളുണ്ട് ഉപയോഗിക്കാതെ. അപ്പോൾ നമുക്കിതുപോലെയൊക്കെ ഐറ്റം കുട്ടികൾക്ക് ഹെൽത്തിയാണ്. പരിപ്പ്, പയർ അങ്ങനെയുള്ള വർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ. അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ വെജിറ്റബിളിനോടൊപ്പം പ്രാധാന്യം ഇതിനും കൊടുക്കണം. നമ്മൾ ഈ പയർ വർഗ്ഗം, പരിപ്പ് വർഗ്ഗം, അതുകൊണ്ട് ഇതുപോലെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഇനി അതൊന്നിട്ട് മൂടി വെച്ച് വേവിക്കാൻ വയ്ക്കട്ടെ. ഒരു 3/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്ത് എടുക്കുക. ഇനി നമ്മൾ സാധാ തോരത്തിന് അരയ്ക്കുന്ന അരപ്പുണ്ടല്ലോ, തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ഇതൊന്ന് ക്രഷ് ചെയ്തിട്ട് നമുക്ക് ഈ പരിപ്പിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം. ഏത് നമ്മൾ തോരൻ വയ്ക്കുകയാണെങ്കിൽ അരപ്പ് മൊത്തത്തിൽ ഇട്ട ഉടനങ്ങ് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കരുത്. ആ പച്ച മണം ഒന്ന് നിൽക്കുന്നു. മറ്റേ ഇതുപോലെ ഇട്ടിട്ടൊന്ന് അടച്ച് വെച്ചതിന് ശേഷം പിന്നെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് മൂടി മാറ്റി നല്ലതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള തോരൻ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതുപോലെ തോരൻ വയ്ക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നമ്മളിപ്പോൾ പെട്ടെന്ന് രാവിലെയൊക്കെ എണീക്കുകയാണെങ്കിലും
അഥവാ കുതിർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ കുക്കറിലൊന്ന് ഒറ്റ വിസിലിൽ വേവിച്ചെടുത്താലും മതി കേട്ടോ. പച്ചക്കറിയൊന്നും കട്ട് ചെയ്യാത്ത സമയങ്ങളൊക്കെ കാണുമല്ലോ, ചിലപ്പോൾ നമുക്ക് രാവിലെ ധൃതിയിൽ അതിനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വീണ്ടും ഒന്നിതാ അതൊന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് അല്പം വെള്ളം ഉണ്ടായിരുന്നു, ആ വെള്ളത്തിൻ്റെ അംശം എല്ലാം മാറ്റി നല്ല ഡ്രൈ ആക്കി എടുക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ, കുട്ടികൾക്ക് നല്ലതുമാണ് ഇത് കൊടുക്കുന്നത്. അപ്പോഴേ അതൊക്കെ ചെയ്ത് മാറ്റി വെച്ചപ്പോൾ നമ്മുടെ ചോറ് ഇതാ കറക്റ്റ് പരുവത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെന്ത് നല്ല പാകത്തിനാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അതെല്ലാം ഊറ്റി മാറ്റി വെച്ചു. അപ്പോൾ രാവിലെ ഞാൻ പെട്ടെന്നെല്ലാം ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമുക്ക് കുറച്ച് ക്ലീനിങ് ഉള്ളത് കൊണ്ടാണ്, പിന്നെ ചോറ് കൊണ്ടുപോകണം. അപ്പോൾ അതിന് കഴിഞ്ഞ് ഞാൻ എന്താ മുട്ട എടുത്തിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടി. 3 മുട്ടയും സവാളയും ഉപ്പും കൂടെ ചേർത്താണ് ഒഴിച്ചത് കേട്ടോ. ഇനി ഇത് നമ്മളൊന്ന് മൂടി വയ്ക്കുക. മുട്ട ഓംപ്ലേറ്റ് അടിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് മൂടി വെച്ചിട്ട് എടുക്കുകയാണെങ്കിൽ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും മുട്ട. അതും ഒരു ടിപ്പാണ് കേട്ടോ. നമുക്ക് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഇതുപോലെ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് ഞാൻ പകുതിയായിട്ട് കട്ട് ചെയ്ത് 2 പേർക്ക് കൊടുത്തുവിടും. ഇപ്പോൾ നമ്മൾ രാവിലെ 2 പേർക്ക് ഓരോന്നോരോന്നും ഉണ്ടാക്കണേക്കാളും നമുക്ക് സമയവും ഗ്യാസും ഒക്കെ ലാഭത്തിൽ കിട്ടും. അതുകൊണ്ട് ഇതുപോലെ ഒരുപോലെ പൊരിച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുക. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് എടുത്തേട്ടാ. പെട്ടെന്ന് 2 പേർക്കുള്ള ലഞ്ചും പാക്ക് ചെയ്തെടുത്തു. അപ്പോൾ നമ്മുടെ ഈ തോരൻ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഒന്ന് ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുത്തു നോക്കുക. കഞ്ഞിക്കും ചോറിനും ഒക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം എടുത്ത് ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചു കേട്ടോ. അപ്പോൾ അവർ കഴിക്കുന്നതോടൊപ്പം ഞാനും കഴിക്കുകയാണെന്ന്. അത് കഴിഞ്ഞിട്ട് ക്ലീനിങ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് അതെല്ലാം എടുത്ത് വെച്ച് മക്കൾക്കുള്ളത് അവർക്കും കൊടുത്ത് ഞാനും ഒക്കെ കഴിച്ചു. പിന്നെ അവർ സ്കൂളിൽ പോയി കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇന്ന് കുറച്ച് ക്ലീനിങ് ഉള്ളതുകൊണ്ട് തലേദിവസം തന്നെ മീൻ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ നാളെ ക്ലീനിങ് ഒക്കെ നിൽക്കുകയാണെങ്കിൽ തലേദിവസം ഇതുപോലെ മീൻ കറി, സാമ്പാർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പോൾ തലേദിവസം സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ ഇഡ്ഡലിയോ ദോശയോ അങ്ങനെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഞാൻ സാമ്പാറൊന്നും ഉണ്ടാക്കിയില്ല, അതുകൊണ്ടാണ് ഇന്ന് പുട്ടുണ്ടാക്കിയത്. അതുപോലെ മീൻ കറിയൊക്കെ നമുക്ക് തലേദിവസം വയ്ക്കാൻ പറ്റുന്ന കറികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മളെ ക്ലീനിങ്ങൊക്കെ പെട്ടെന്ന് ചെയ്യാനും പറ്റും. നമുക്ക് അത്രയ്ക്ക് അത് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ജോലിയാണെന്ന് തോന്നില്ല. നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഹെവി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത് വീട്ടു ജോലി. ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മളെ വീട്ടു ജോലികളെല്ലാം ചെയ്ത് തീർക്കാൻ പറ്റും. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എല്ലാം ഉണ്ടാക്കി. അപ്പോൾ അതിനുള്ള ആ ചെയ്ത പാത്രങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് നമുക്ക് അടുത്ത് കിച്ചൺ ക്ലീൻ ചെയ്യാൻ നിൽക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഇതും കൂടെ ഇട്ടിട്ട് അതിൻ്റെ കൂടെ ബാക്കിയുള്ളതെല്ലാം കൂടെ വലിച്ചു വാരി ഇടുമ്പോൾ നമുക്ക് കാണുമ്പോഴേ പിന്നെ ജോലി ചെയ്യാനേ തോന്നത്തില്ല. അതുകൊണ്ട് നമ്മൾ പാചകം ചെയ്തതും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും എല്ലാം ഉള്ള പാത്രങ്ങളെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മളെ കിച്ചൺ സിങ്കും സ്ലാബും അടുപ്പും ഒക്കെ നല്ല ക്ലീൻ ചെയ്ത് മാറ്റിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത് പിന്നെ പുതിയതായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി നിൽക്കുകയുള്ളൂ. അപ്പം ഞാൻ അതെല്ലാം പാത്രങ്ങളെല്ലാം കഴുകിയിട്ട് നമുക്ക് കിച്ചണിൽ ഒരറ്റത്ത് നിന്ന് ക്ലീനിങ് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ നമ്മുടെ മസാലയൊക്കെ വയ്ക്കുന്ന സ്ഥാനമുണ്ടല്ലോ, മുളക് പൊടി, മല്ലിപ്പൊടി, പഞ്ചസാര അങ്ങനെയൊക്കെ ഉള്ളത് കബോർഡിൽ വെച്ചിട്ടുള്ള അതെല്ലാം ഒന്ന് എടുക്കുക ഇങ്ങനെ. അപ്പോൾ ഇതെല്ലാം എടുത്ത് നല്ല വൃത്തിയാക്കി കഴുകി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ കഴുകാൻ ബുദ്ധിമുട്ടുള്ളവർ ഒന്ന് തുടച്ചെങ്കിലും എടുക്കുക. നമ്മൾ ഈ ഓണ സമയമാകുമ്പോൾ മാക്സിമം എല്ലാവരും നല്ല കഴുകി വൃത്തിയാക്കി വയ്ക്കാറാണ് പതിവ്. എന്നിട്ടാണ് പിന്നെ അതിൽ സാധനങ്ങളൊക്കെ വയ്ക്കുക. അപ്പോൾ ഞാൻ മസാല ഇടുന്ന ഭാഗത്തുള്ള എല്ലാം എടുത്ത് മാറ്റി. പിന്നെ ഇത് മിക്സിയുടെ ജാറ്, ചപ്പാത്തി പലക, ചിരവ അതൊക്കെ വയ്ക്കുന്ന കബോർഡാണ്. അങ്ങനെ ബാക്കി കബോർഡെല്ലാം ഇതിലുള്ള സാധനങ്ങളെടുത്ത് കിച്ചൺ സ്ലാബിൽ വെച്ചിട്ട് അങ്ങനെ മൊത്തത്തിലൊന്നും ഞാൻ അങ്ങനെ കാണിക്കുന്നില്ല, ഒത്തിരി സമയം എടുക്കും. അപ്പോൾ നമ്മളെല്ലാ കബോർഡിലുള്ളതും എല്ലാം എടുത്ത് മാറ്റി വയ്ക്കുക. പിന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഇടുന്ന സ്റ്റാൻഡ് കാണുമല്ലോ, സവാള, അപ്പോൾ അതെല്ലാം അതിലുള്ളതെല്ലാം ഒന്ന് മാറ്റി വേറൊന്നിലാക്കിയിട്ട് അതും ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുക്കുക. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ഓണത്തിന് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇടുന്നതിനേക്കാളും വൃത്തി ഇതുപോലെ അത് ക്ലീൻ ചെയ്തിട്ട് ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയും എടുത്ത് മാറ്റിയിട്ട് ഇതിൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് വേറെ ചെറിയ ബോട്ടിലോ പേപ്പറിലോ പ്ലാസ്റ്റിക് ബാഗുകളൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഒന്ന് കെട്ടി സൂക്ഷിച്ച് വെച്ചിട്ട് നമ്മളിതെല്ലാം കഴുകി ഉണക്കിയതിന് ശേഷം
നമുക്കിതിൽ ഇടാവുന്നതാണ് കേട്ടോ. നമ്മളിപ്പം വെറുതെ തൂത്ത് തുടച്ച് വൃത്തിയാക്കിയത് കൊണ്ട് മാത്രമായില്ല കേട്ടോ. നമ്മളെ കിച്ചൺ ക്ലീൻ ആവുന്ന ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മളെ കിച്ചൺ നല്ല വൃത്തിയായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഈ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ നമ്മുടെ മസാല ബോട്ടിലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഉണക്കി സാധനങ്ങളൊക്കെ തട്ടി വെക്കുക കേട്ടോ. അതുപോലെ ചിലപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴുകിയിട്ട് ഒന്ന് കോട്ടൺ തുണി കൊണ്ട് തുടച്ചിട്ട് ഇതുപോലെ ഉണക്കാൻ വയ്ക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് 1 മണിക്കൂർ കിട്ടിയ വെയിൽ മതി, അത് ഉണങ്ങി കിട്ടും. അങ്ങനെയാണെങ്കിൽ എനിക്കിന്ന് അത്യാവശ്യം നല്ല വെയിൽ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ ഇതുപോലെ ഒരു പഴയ മേശ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണക്കാൻ വേണ്ടി പുറത്തിടാൻ ഗോതമ്പോ അല്ലെങ്കിൽ അരിയോ ഇതുപോലത്തുള്ള ബോക്സ് അങ്ങനെയൊക്കെ ഉള്ളത് ഞാൻ ഇത് വെച്ചാണ് ഉണക്കുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്തത് വലിയ ഇത് കാണുമല്ലോ നമ്മളെ വീട്ടിൽ ബക്കറ്റുകൾ, അരിയൊക്കെ തട്ടി വയ്ക്കുന്ന ബക്കറ്റുകൾ, അതൊക്കെ ഒന്ന് എടുത്ത് വൃത്തിയാക്കി ഇടുക. ഇതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഓരോ ഐറ്റമായിട്ട് ചെയ്യുക. എല്ലാം കൂടെ ഒരുമിച്ച് വാരിയിട്ട് കഴുകാൻ നിന്നാൽ ചിലപ്പോൾ നമുക്ക് തന്നെ ഇതേത് കഴുകണമെന്ന് ബുദ്ധിമുട്ട്. അതുകൊണ്ട് ചെറിയ ആദ്യം നമ്മൾ ആ മസാലയെല്ലാം എടുത്ത് മാറ്റി അതെല്ലാം ഒന്ന് കഴുകി വയ്ക്കുക. പിന്നെ നമ്മൾ ഉള്ളി ഇടുന്നത്, സവാള ഇടുന്നതൊക്കെ ഉള്ള സ്റ്റാൻഡ് അതെടുത്ത് മാറ്റി അത് കഴുകി മാറ്റി ഉണക്കാൻ വയ്ക്കുക. അപ്പം നമ്മൾ അടുക്കള വീണ്ടും ഒതുങ്ങി വരും. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഇടുമ്പോഴാണ് നമ്മൾ അടുക്കള മൊത്തത്തിൽ കിടന്ന് ആകെ ഒരു ഇതാവും. അപ്പോൾ ഇത്ര കഴുകി മാറ്റിയപ്പോൾ അടുക്കളയും വൃത്തിയാക്കി ഇരിക്കുകയാണ്. പിന്നെ ഈ വലിയ ഐറ്റമൊക്കെ ഞാൻ പുറത്താണ് കൊണ്ടിട്ട് കഴുകുന്നത് കേട്ടോ. പുറത്ത് പൈപ്പുണ്ട്. അപ്പോൾ നമ്മൾ അടുക്കളയിൽ കഴുകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ഞാൻ പുറത്ത് കൊണ്ടുവച്ച് അതെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി നമ്മൾ പല അരികളിടണ ഇതാണ് കേട്ടോ. ഞാൻ ചമ്പാവരി, ചാക്കരി, പച്ചരി അങ്ങനെയുള്ള ഐറ്റമൊക്കെ ഇടുന്നതാണ്. അങ്ങനെ അതെല്ലാം കഴുകി നല്ല വൃത്തിയാക്കി അത് താഴെയാണ് കേട്ടോ വച്ചിട്ടുള്ളത് ഉണങ്ങാൻ വേണ്ടി. അങ്ങനെ അത് ഉണങ്ങാൻ വെച്ചിട്ട് പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് ഉണ്ടല്ലോ, അപ്പോൾ ഫ്രിഡ്ജിലുള്ള എല്ലാം പുറത്തെടുക്കാം. ഇപ്പോൾ സാധനങ്ങളുള്ളതായാലും കുഴപ്പമില്ല, നമ്മൾ പുറത്തെടുത്തൊന്ന് തുടച്ചിട്ട് പിന്നെ ഫ്രിഡ്ജും ക്ലീൻ ചെയ്തിട്ട് വീണ്ടും അതിനകത്ത് വയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. അതുകൊണ്ട് ഞാൻ വെജിറ്റബിൾ ഉള്ള ബോക്സും ഇല്ലാത്ത ബോക്സും പിന്നെ മസാലക്കൂട്ടുകളുണ്ടല്ലോ, കുറച്ച് ബാക്കി വരുന്ന മസാല എല്ലാം ഇങ്ങനെ പാക്കറ്റിലൊക്കെ ഉള്ളതൊക്കെ ഞാൻ ഒരു ബോക്സിനകത്താക്കിയാണ് ഫ്രിഡ്ജിൽ വയ്ക്കാറ്. അപ്പോൾ അതെല്ലാം ഒന്ന് എടുത്ത് ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രിഡ്ജിലുള്ള സ്റ്റാൻഡുകളുണ്ടല്ലോ, ഡോറിലുള്ളതും സാധനങ്ങൾ വയ്ക്കുന്ന അതെല്ലാം ഒന്ന് എടുത്ത് നല്ലതായിട്ട് കഴുകുക. നമ്മൾ പാത്രമൊക്കെ കഴുകുന്ന വിമ്മിൻ്റെ സോപ്പും അങ്ങനെയുള്ള ലിക്വിഡൊക്കെ ഉണ്ടല്ലോ, അതിട്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുക കേട്ടോ. ഇതൊക്കെ ചെയ്യുമ്പോഴേ നമ്മൾ അടുക്കള നല്ല വൃത്തിയായിട്ട് കിടക്കുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ വേറെ തുടപ്പും ക്ലീനിങ്ങൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യാൻ നിന്നാൽ നമുക്ക് കൊണ്ട് താങ്ങൂല. കുക്കിങ്ങും പിന്നെ ബാക്കി ക്ലീനിങ് പിന്നെ ഇതുപോലുള്ള ക്ലീനിങ് പിന്നെ തുടപ്പ് അതൊക്കെ ആകുമ്പോൾ എല്ലാം കൂടെ പറ്റില്ല. അപ്പോൾ മുമ്പേ ചെയ്യേണ്ട കുറച്ച് ഇതൊക്കെ അത്യാവശ്യം സമയം എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണല്ലോ, ഉണങ്ങാൻ വയ്ക്കണം. അപ്പോൾ അത് മുമ്പേ നമുക്ക് ചെയ്ത് വയ്ക്കാം ഓണത്തിന് വേണ്ടി, പെട്ടെന്ന് മുമ്പേ ചെയ്യേണ്ട കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ഒന്ന് മുമ്പേ ചെയ്ത് എടുക്കുന്നത്. ഇനി ഫ്രിഡ്ജൊക്കെ ഞാൻ നല്ലതായിട്ട് തുടച്ചിട്ട് പച്ചക്കറി ഉള്ള ബോട്ടിലും ബോക്സും ഒക്കെ തുടച്ച് ഇല്ലാത്തത് കഴുകി അതാത് സ്ഥാനത്ത് ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കണേ. അത് കഴിഞ്ഞ് നമ്മുടെ മാവൊക്കെ തട്ടി വയ്ക്കുന്ന പാത്രങ്ങളാണല്ലോ, ആട്ടമാവ്, ഗോതമ്പ് മാവ്, അരിപ്പൊടി, അല്ല അപ്പത്തിൻ്റെ പത്തിരിയുടെ പൊടി, പുട്ടുപൊടി, മൈദ അങ്ങനെയുള്ള മാവൊക്കെ തട്ടി വയ്ക്കുന്ന പാത്രമാണ് ഇപ്പം ഞാൻ കഴുകാൻ എടുത്തത് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ കഴുകി ഉണക്കാൻ വച്ചതിന് ശേഷമാണ് ഇതുപോലെ ഓരോന്നായിട്ട് ഉണക്കാൻ വച്ചതിന് ശേഷമാണ് വീണ്ടും നമ്മുടെ കിച്ചണിൽ എടുത്ത് വയ്ക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ മനസ്സിലൊരു തോന്നലുണ്ടാവും, ഇത്രയല്ലേ ഉള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ടിട്ട് കഴുകാൻ നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും ഒരു ബോറടിയായിരിക്കും. അങ്ങനെ മാവിടുന്ന പാത്രങ്ങളും അതും എടുത്ത് എല്ലാം കഴുകിയതാ ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ രണ്ടിടത്തായിട്ട് വെച്ച്, മുകളിലും താഴെ. പെട്ടെന്ന് മഴ എന്തെങ്കിലും വരണമെങ്കിൽ പെട്ടെന്ന് ഇവിടെ നിന്ന് എടുത്ത് വയ്ക്കാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ വച്ചിട്ട് കുറേ നമ്മളെ വീട്ടിനകത്തുള്ള കിച്ചണിലുള്ള എല്ലാം വൃത്തിയാക്കി എടുത്തു. ഇനി വൈകിട്ട് സ്നാക്സ് ഉണ്ടാക്കാമെന്ന് ചോദിച്ചു, മക്കൾ വരുമ്പോൾ കൊടുക്കാം. അതിന് വേണ്ടി നല്ല ഹെൽത്തി ആയിട്ടൊരു സ്നാക്സാണ് കേട്ടോ റെഡിയാക്കുന്നത്. 1.5 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഉപ്പ് ചേർത്ത വെള്ളം ഒന്ന് ഒഴിച്ച് നല്ല കുഴച്ചെടുക്കുക. നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കുക കേട്ടോ. വെള്ളം കൂടി പോകരുത്, ആ പരുവത്തിൽ കുഴച്ചിട്ട് അതിന് ഫില്ലിംഗ് ആയിട്ട് ഒരു നല്ല പഴുത്ത ഏത്തമ്പഴവും തേങ്ങയും ശർക്കരയും ഏലക്ക ചതച്ചത്. അപ്പോൾ പഴം നല്ല മധുരമുള്ളതുകൊണ്ട് അല്പം ശർക്കര മതി കേട്ടോ. തേങ്ങ കൂട്ടിയെടുത്താലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് ഞാൻ ശർക്കര കുറച്ചെടുത്തിട്ട്
പഴം നല്ല മധുരമുണ്ട്, അതുകൊണ്ട് ശർക്കര കുറച്ചെടുത്തിട്ട് തേങ്ങ കൂട്ടി ഒരു ഏലക്കയും കൂടെ ചതച്ച് നമ്മുടെ പഴവും കൂടി ഇട്ട് നല്ല മിക്സ് ചെയ്ത് എടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടയാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുമെന്ന് പറയില്ല, അതേ ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മൾ വാഴയില വാട്ടിയെടുത്ത് നല്ല തുടച്ചിട്ട് ഇതുപോലെ ഒരു സ്പൂണ് മാവ് ഇങ്ങനെ കോരി ഒഴിക്കുക. എന്നിട്ട് പരത്തിയെടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ ദോശയൊക്കെ ഉണ്ടാക്കുമല്ലോ, ദോശക്കല്ലിൽ പരത്തിയെടുക്കും, അതുപോലെ നല്ലതായിട്ടൊന്ന് പരത്തി എത്രത്തോളം നമുക്ക് തിക്കായി പരത്താൻ പറ്റും അത്രയും നല്ലതായിട്ട് പരത്തി തിന്നായിട്ട് എടുക്കുക കേട്ടോ. നല്ല തിന്നായിട്ട് ഇരിക്കുമ്പോഴാണ് ടേസ്റ്റ് കിട്ടുന്നത് നമ്മൾ മാവ്. ഇനി എത്രത്തോളം ഇതിൻ്റെ പഴത്തിൻ്റെ കൂട്ട് നമുക്ക് വേണോ അത്രയും വെച്ച് കൊടുക്കുക. ബനാനയൊക്കെ ആയതുകൊണ്ട് ഹെൽത്തിയാണ് മക്കൾക്ക് കൊടുക്കാനും, ഓയിലൊന്നും ചേർത്തിട്ടില്ല. ഇത് അപ്പോൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം മിക്സ് ചെയ്ത് ഇനി നമ്മൾ ഇതെല്ലാം റെഡിയാക്കുന്നതിന് മുമ്പ് അടുപ്പിൽ നമ്മൾ ആവിയേറ്റുന്ന പാത്രം വെള്ളം ഒഴിച്ച് നല്ല തിളപ്പിച്ച് വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇത് വയ്ക്കുന്ന സമയത്ത് ആവി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് ഒലിച്ച് പോകുമെന്നുള്ള ടെൻഷനൊന്നും വേണ്ട. നമ്മൾ ഇഡ്ഡലി പരുവത്തിനുള്ള മാവിൽ തയ്യാറാക്കുക. ഇനി ഇത് ഒരു 20 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ അതാ 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ അടിപൊളി അട റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ട് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ കുഴച്ചുണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് ഇതുപോലെ മാവ് തയ്യാറാക്കി ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോയും വിശേഷവും റെസിപ്പികളും ക്ലീനിങ്ങും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കണം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇതുപോലെ ഒന്ന് അടുക്കളയിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്ത് വയ്ക്കുക. അടുത്ത് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.